അടിയന്തര നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം നിയമപരമല്ല രജിസ്ട്രാറിനെ പിരിച്ചുവിടുന്നതാണ് പറയുന്നത്. എന്താണ് വിഷയം? VC-ക്ക് രജിസ്ട്രാറെ പിരിച്ചുവിടാൻ കേരള സർവകലാശാലകളുടെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് സാധ്യമല്ല. അത് അദ്ദേഹത്തിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യമാണ്. അപ്പൊ സ്പഷ്ടമായും അധികാര ദുർവിനിയോഗമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോ സർവകലാശാലകളിൽ കാവ്യവൽക്കരണ അജണ്ട നടപ്പാക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ള ഗവർണർമാർ ചാൻസലർമാരായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് രാഷ്ട്രീയ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള ആശയമണ്ഡലം സൃഷ്ടിക്കാനായിട്ട് നമ്മുടെ രാജ്യത്തെ ദൈക്ഷണിക കേന്ദ്രങ്ങളെയെല്ലാം സംഘപരിവാര ശക്തികൾ ഉപയോഗപ്പെടുത്താണ്. അതിന്റെയൊക്കെ താക്കോൽ സ്ഥാനങ്ങളിൽ തങ്ങളുടെ കിങ്കരന്മാരെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ ബൗദ്ധികമായിട്ടുള്ള ഇടങ്ങളിലേക്കൊക്കെ കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും വളരെയധികം മതനിരപേക്ഷതാ ബോധം ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ സർവകലാശാലകളിലും ഇത്തരത്തിൽ ഒരു ഇൻഫിൽട്രേഷൻ നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാരതാംബ കാവിക്കൊടിയേന്തിയ സ്ത്രീയുടെ ചിത്രം ഇന്ത്യൻ പൊതുമനസ്സിലേക്ക് കൗശലപൂർവ്വം സന്നിവേശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നോർമലൈസ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ അത് ലെജിറ്റിമൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നതായ ദൗത്യം. കാവിക്കൊടിയേന്തിയ മതാത്മക ബിംബത്തിനെ സ്വതന്ത്ര ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ? ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സ്വതന്ത്ര ഇന്ത്യയിൽ കാവിക്കൊടിയേന്തിയ ഒരു സർവാഭരണ വിഭൂഷിതയായ പട്ടുസാരിയും ചുറ്റി നിൽക്കുന്ന ഒരു വനിത, അത് RSSന്റെ ബിംബാണ്. അതിനെ കൊണ്ടുവന്ന് ജനാധിപത്യ ഇന്ത്യയുടെ ബിംബമാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ ആസൂത്രിതമായിട്ട് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യം മുൻനിർത്തി കേരള സർവകലാശാലയിൽ നടന്ന പരിപാടിയിൽ ഈ ബിംബം പ്രതിഷ്ഠിക്കുന്നുണ്ട് എന്ന് കണ്ടുകൊണ്ട് അവിടെ അതിനെതിരായിട്ട് സർവകലാശാലയുടെ സെക്യുലർ അന്തരീക്ഷം നിലനിർത്താൻ താല്പര്യമുള്ള ആളുകൾ അവിടേക്ക് കടന്നു വരികയും ഒരു സംഘർഷ സാധ്യത അവിടെ ഉണ്ട് എന്ന് കാണുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ നേരത്തെ തന്നെ അറിയിപ്പ് നൽകിയത്. ഈ പരിപാടിയിൽ ഈ ചിത്രം എടുത്തു മാറ്റുകയാവും ഭേദം എന്ന നിലയിലൊക്കെ അദ്ദേഹം സംസാരിച്ചു. പക്ഷെ അതൊന്നും ആ സംഘടനയുടെ ഭാരവാഹികൾ കേൾക്കാൻ തയ്യാറായില്ല. അവരാ ചിത്രം എടുത്തു മാറ്റിയില്ല എന്ന് മാത്രമല്ല, ഗവർണർ നേരിട്ട് ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. സംഘർഷാത്മകമായ അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിന് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് വേണമെങ്കിൽ ഒഴിവാക്കായിരുന്നു. അതല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ആ ചിത്രമെങ്കിലും എടുത്തു മാറ്റാമായിരുന്നു. പക്ഷെ അതിന് തയ്യാറല്ല. ഇവിടെ നടക്കുന്ന എല്ലാ ഗവൺമെന്റിന്റെ പൊതുപരിപാടിയിൽ ഉൾപ്പെടെ ആ ചിത്രം വയ്ക്കണം എന്ന് ശാഠ്യം പിടിക്കുന്നത് RSSന്റെ ബിംബങ്ങളെ മനുഷ്യരുടെ ബോധത്തിലേക്ക്, സമൂഹത്തിന്റെ പൊതുബോധത്തിലേക്ക് കടത്തിവിടാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ സർവകലാശാലകളും ഉന്നത വിദ്യാ കേന്ദ്രങ്ങളും എല്ലാം തന്നെ സെക്യുലർ ആവണം. അങ്ങനെയുള്ള ഒരു ഇടത്തിൽ മാത്രമേ എല്ലാ വിദ്യാർത്ഥികൾക്കും നീതി ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കൂ. ഭാഗ്യവശാൽ കേരളത്തിലെ വളരുന്ന തലമുറ ഈ മതാത്മകതയെ അങ്ങനെ അനുവദിച്ചു കൊടുക്കുന്നില്ല. മതനിരപേക്ഷ അന്തരീക്ഷം നിലനിർത്തണം എന്ന് തന്നെയാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത്. ഇപ്പോഴത്തെ നിലയിൽ തടസ്സമില്ല യഥാർത്ഥത്തിൽ. കാരണം VC ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ പെടാത്ത കാര്യമാണ്, നിയമവിരുദ്ധമായ കാര്യമാണ്. അതുകൊണ്ട് അത് നിൽക്കില്ല. അതുകൊണ്ട് തന്നെ രജിസ്ട്രാർക്ക് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് യാതൊരു തടസ്സവും. രജിസ്ട്രാറുടെ അപ്പോയിന്റിംഗ് അതോറിറ്റി സിൻഡിക്കേറ്റ് ആണ്. രജിസ്ട്രാർ കോടതിയെ സമീപിക്കും എന്നാണ് അറിയാവുന്നത്. സർക്കാർ അതിന്റെ നിയമപരമായ സാധ്യതകൾ പരിശോധിച്ച് നിയമോപദേശം തേടി ആവശ്യമായത് ചെയ്യും. ഈ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഇല്ലാത്ത സാഹചര്യം വരുമ്പോൾ ഈ അലോട്ട്മെന്റ് അടക്കം ആകെ ഈ സാങ്കേതിക രംഗത്തെ കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലാകത്തില്ല. അലോട്ട്മെന്റ് പ്രൊസീജിയറും എല്ലാം അതൊന്നും കുഴപ്പത്തിലാക്കേണ്ട പ്രശ്നമില്ല. ഇതൊക്കെ വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നത്? സർവകലാശാല സംവിധാനത്തിൽ അതിനൊക്കെ ഉറപ്പുണ്ട്. ഗവർണർ ബോധപൂർവ്വം ശ്രമിക്കുകയാണോ ഇങ്ങനെ കലാപം നടത്താൻ വേണ്ടിയിട്ട്? അദ്ദേഹത്തിന് ഉത്തരവാദിത്വമൊന്നുമില്ലല്ലോ. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോകേണ്ടത് കേരളീയരുടെ ആവശ്യമാണ്. എവിടുന്നോ വന്ന ചാൻസലർമാർക്കൊന്നും അതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. കേരളത്തെക്കുറിച്ച് നല്ലതാണോ ഇവിടെ സംഘപരിവാര ശക്തികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഈ കേരളം എത്രയോ ആർജിച്ച നേട്ടങ്ങളെ തമസ്കരിച്ചുകൊണ്ട്
കേരളത്തിനെ എപ്പോഴും പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാണ്? അവർക്ക് കേരളത്തിന്റെ കാര്യത്തിലും കേരളീയരുടെ കാര്യത്തിലും വല്ല താല്പര്യമുണ്ടോ? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.